ഉല്ലാസഭരിതമായ ഒരു യാത്രയ്ക്ക് പുറപ്പെട്ട് ഏറ്റവും ഒടുവിൽ ചേതനയേറ്റ ശരീരങ്ങളായി അവർ നാടിൻ്റെ മുഴുവൻ വേദനയായി ആ നാട്ടിലേക്ക് മടങ്ങുന്നതിൻ്റെ സങ്കട കാഴ്ചകളാണ് നമ്മൾ മലപ്പുറത്തെ പാങ് എന്ന ഗ്രാമത്തിൽ കാണുന്നത്. ഈ കാണുന്ന ദൃശ്യങ്ങൾ നമ്മളോട് സാക്ഷ്യം പറയുന്നത് ഈ അധ്യാപകർ ആ നാടിന് എത്രത്തോളം പ്രിയപ്പെട്ടവരായിരുന്നു എന്നതാണ്. വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിലുള്ള ബന്ധം എന്നതിനേക്കാൾ അപ്പുറത്ത് ആ നാടിൻ്റെ അഭിമാനമായി മാറിയിരുന്നു ഈ പാങ്ങിലെ GLP സ്കൂളിലുള്ള ഈ മരിച്ചുപോയ അധ്യാപകർ. അതുകൊണ്ട് അവരുടെ വിയോഗം എന്നത് അങ്ങേയറ്റം വേദനയുണ്ടാക്കുന്ന അവരുടെ കുടുംബത്തിലെ വ്യക്തിപരമായ നഷ്ടമായി അത് മാറിയിരിക്കുന്നു. അതിൻ്റെ ദുഃഖം നിറഞ്ഞ കാഴ്ചകൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. സുഹൈൽ മുഹമ്മദിലേക്ക് പോവുകയാണ്. സുഹൈലുള്ളത് അമ്പലപ്പറമ്പ് സ്കൂളിൽ നിന്നാണെന്ന് മനസ്സിലാക്കുന്നു. സുഹൈൽ, ഇപ്പോൾ അസദ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വിഷമത്തിലാണ് നാട്ടുകാരെല്ലാവരും. അവിടേക്ക് കൂടുതൽ ആളുകൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസാനമായി ഈ മരിച്ചവരെ കാണാനായി അവരൊക്കെയായിട്ട് വലിയ സൗഹൃദവും ഒപ്പം തന്നെ ആത്മബന്ധവും ഒക്കെ ഉണ്ടായിരുന്ന നിരവധി പേർ ഇവിടെ ഉണ്ടാകും. ഹൃദയഭേദകമായ കാഴ്ചയ്ക്ക് നടുവിലാണ് ഇപ്പോൾ സുഹൈൽ നിൽക്കുന്നതെന്നറിയാം. ഇവിടെ ഈ സംസ്കാര ചടങ്ങിനുള്ള ഒരുക്കങ്ങളിലേക്കൊക്കെ കടക്കുന്നത് എപ്പോഴായിരിക്കും? എങ്ങനെയാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ? ജി കെ പ്രവിത 9 മണിയോടുകൂടി ഭൗതികദേഹങ്ങൾ ഇവിടെ സ്കൂളിൽ എത്തിക്കുമെന്നാണ് നമുക്കിപ്പോൾ ഒടുക്കം ലഭിക്കുന്ന വിവരം. ഇന്നലെ പുലർച്ചെ 3 മണിയോടുകൂടി ഒരൊറ്റ ട്രാവലറിൽ വിനോദസഞ്ചാരത്തിനായി വളരെ സന്തോഷത്തോടെ പോയ പ്രിയപ്പെട്ടവർ ഇന്ന് പല ആംബുലൻസുകളായി തിരികെ വരുന്നു എന്നുള്ളത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം അത്യന്തം സങ്കടകരമായ, അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാനാകാത്ത വാർത്തയായാണത് ഇന്നലെ അടക്കം ഈ നാട്ടിലേക്ക് എത്തിയത്. നമ്മൾക്കറിയുന്ന പോലെ തന്നെ പാങ് ഒരു ചെറിയ ഗ്രാമമാണ്, വലിയ നഗരപ്രദേശമല്ല. ഒരു 2-3 കിലോമീറ്റർ പരിധിയിൽ എല്ലാവർക്കും പരസ്പരം പേരെടുത്ത് വിളിച്ചു പറയാൻ കഴിയുന്ന, പരസ്പരം അറിയുന്ന അത്രത്തോളം മനുഷ്യർ ഇടപഴകി ജീവിക്കുന്ന സ്നേഹനിതമായ ഒരു ഇടമാണ് ഈ ഇടം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലാൻഡ്മാർക്ക് സ്ഥലമെന്ന് പറയുന്ന ഒരു ഇടം കൂടിയാണ് ഈ GUP പാങ് സ്കൂൾ. സ്വാഭാവികമായും ഒരു നാടിൻ്റെ ലാൻഡ്മാർക്ക് ഇടമാകുമ്പോൾ എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും, സർക്കാർ സേവനങ്ങൾക്കാണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ബോധവൽക്കരണ ചികിത്സാ ക്യാമ്പുകൾ ഇതെല്ലാം നടക്കുമ്പോൾ അതിൻ്റെ കോറിടമായി മാറുന്ന പാങ് സ്കൂൾ അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യർക്കും അവരുടെ വീട് പോലെ പ്രിയപ്പെട്ടതായിരുന്നു. അവരുടെ അധ്യാപകരും അങ്ങനെ തന്നെയാണ്. നമുക്കറിയുന്ന പോലെ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എന്ന ഈ 4 ഘട്ടങ്ങൾ, പാങ്ങിൻ്റെ പഠനഘട്ടങ്ങൾ, ഈ 4 ഘട്ടങ്ങൾ ഈ പറയുന്ന 4 കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്കൂളുകളായിട്ടാണ്. അതുകൊണ്ട് തന്നെ LP സ്കൂളിൽ പഠിച്ച പ്രിയപ്പെട്ടവർ തന്നെയാണ് UP-യിലേക്കും ഹൈസ്കൂളിലേക്കും ഹയർ സെക്കൻഡറിയിലേക്കും ഒരേ രീതിയിൽ പോകുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഇപ്പോൾ ഈ പറയുന്ന അമ്പലപ്പറമ്പിലെ സ്കൂളിലെ ഹയർ സെക്കൻഡറി ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളെ അടക്കം ഒരു കാലത്ത് അവിടെ LP, UP സ്കൂൾ പഠിച്ച അധ്യാപകർ കൂടിയാണ് ഇപ്പോൾ അവരുടെ മുമ്പിൽ നിന്ന് ഇല്ലാതായിരിക്കുന്നത്. ആ പ്രിയപ്പെട്ടവരെ അവസാനം നോക്ക് കാണാൻ ആയിരക്കണക്കിന് മനുഷ്യരാണ് ഇപ്പോൾ ഈ അമ്പലപ്പറമ്പിലെ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എത്തിയിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെയുള്ള ഫ്രീസറുകൾ, അതിൽ അവരുടെ പേരെഴുതി വെച്ചിരിക്കണം. അങ്ങനെ ഏറ്റവും ഒടുക്കം ആ പേരുകളിലേക്ക് അവർ ചുരുങ്ങി ഇനി എന്നേക്കും അവരുടെ കൺമുന്നിൽ നിന്ന് അവർ അപ്രത്യക്ഷരാകും, എന്നേക്കും അവരുടെ കണ്ണിൽ മാഞ്ഞു പോകും എന്നുള്ള വാർത്ത ഇപ്പോഴും ഉൾക്കൊള്ളാൻ അവർക്കായിട്ടില്ല. അവർ 9 മണിയോടുകൂടി വരുന്ന മൃതദേഹങ്ങൾ കാത്തു നിൽക്കുകയാണ്. ഈ നാട് അവരെത്രത്തോളം ഹൃദ്യമായി സ്നേഹിച്ചിരുന്നു എന്നുള്ളത് ഓരോരുത്തരുടെയും വാക്കുകളിൽ നിന്നും നോക്കുകളിൽ നമുക്ക് പ്രകടമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത്രത്തോളം വൈകാരികത ഉൾക്കൊണ്ടുകൊണ്ടാണ് പലരും സംസാരിക്കുന്നത്. പലർക്കും സംസാരിക്കാൻ വാക്കുകളില്ല. നമ്മൾ രാവിലെ ഇവിടെ എത്തുന്ന മുതൽ തന്നെ അണമുറിയാതെ ഓരോ ആളുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. പരസ്പരം അറിയുന്ന മനുഷ്യരാണ്. ഈ ഒരു ഏരിയ, ഒരു 3-4 കിലോമീറ്റർ പരിധിയിലുള്ള എല്ലാ മനുഷ്യരും ഈ നാടൊട്ടാകെ ഈ സ്കൂളിൻ്റെ പരിസരത്തുണ്ടെന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാകില്ല. കാരണം അവർ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു വാർത്ത, അത് കേട്ട് അത് ഇപ്പോഴും അങ്ങോട്ട് അവർക്കത് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോഴും അവർക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ അവർ താല്പര്യപ്പെടുന്നില്ല. അവരുടെ പ്രിയപ്പെട്ടവർ എങ്ങും മാഞ്ഞു പോയിട്ടില്ല എന്ന് വിശ്വസിക്കാൻ അവർ താല്പര്യപ്പെടുന്നു. പക്ഷേ വിധി അങ്ങനെ ആയത്. നമ്മൾക്കറിയുന്ന പോലെ തന്നെ ഓരോ വിനോദയാത്രകളും ഒരുപാട് നിറമുള്ള സ്വപ്നങ്ങളുടെയും കഥകളുടെയും ഓർമ്മകളുടെയുമാണ്. ആ ഓർമ്മകളെല്ലാം സമ്പാദിച്ച് അവർ നാട്ടിലേക്ക് എത്തിയ ആ ഓർമ്മകൾ അവരുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കുമെന്ന് ആഗ്രഹിച്ച മനുഷ്യരായിരിക്കും ഇന്നലെ ആ വാഹനത്തിൽ പോയിട്ടുണ്ടാവുക. അങ്ങനെ അവർക്ക് അവരുടെ ഓർമ്മകൾ അഴവിറക്കാൻ സാധിക്കാത്ത രീതിയിൽ, അവരുടെ പ്രിയപ്പെട്ടവരോട് മറിച്ചൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ, അവരുടെ വിനോദയാത്രയെക്കുറിച്ച് സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ ചലനമറ്റ് ചേതനേറ്റ് വരുമ്പോൾ അത് ഈ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം നൊമ്പരപ്പെടുത്തുന്ന കാര്യമാണ്. ഈ പാങ് UP സ്കൂളിനോട് സമീപത്തെ ഒരുപാട് വീടുകളൊക്കെ ഇങ്ങനെ കെട്ടിപിടഞ്ഞ് കിടക്കുന്ന ഇടമാണ്. അതുകൊണ്ട് ഈ സ്കൂൾ എന്ന ലാൻഡ്മാർക്ക് എല്ലാവരും സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് ആവശ്യത്തിനും പോയി ചെല്ലാൻ, ഇപ്പോൾ നമുക്കറിയുന്ന പോലെ തന്നെ ഒരു നാട്ടിൽ ഒരു പേപ്പർ പൂരിപ്പിക്കേണ്ട ആവശ്യം വന്നാൽ പോലും അവർക്ക് ധൈര്യമായി എപ്പോഴും കയറി ചെല്ലാൻ പറ്റുന്ന ഇടമാണ് UP സ്കൂളും LP സ്കൂളും ഒക്കെ. അവിടുത്തെ അധ്യാപകർ അവർ വർഷങ്ങളായി നിരന്തരമായി കാണുന്ന, പരിചയമുള്ള, സംസാരിക്കുന്ന വ്യക്തിത്വങ്ങൾ, അവരുടെയൊക്കെ വീട്ടിലൊരു അംഗം എന്ന കണക്കെ അവർ കാണുന്ന മനുഷ്യരാണ്. നമുക്കറിയുന്ന പോലെ തന്നെ 10-30 വർഷമായി ഇതേ സ്കൂൾ സേവനം ചെയ്യുന്ന അധ്യാപകരാണ് അവരൊക്കെ. അപ്പോൾ ഇവരുടെ വിയോഗം ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓരോ കുടുംബത്തിലെ ഒരു അംഗമെന്ന കണക്ക് അവർ കാണുന്ന പ്രിയപ്പെട്ടവരുടെ വിയോഗം എന്ന മട്ടിൽ അവർ ഇതിനെ കാണുന്നു, അവരിതിനെ ഉൾക്കൊള്ളുന്നു.
അവർ അവരുടെ വൈകാരികത ഇവിടെ പ്രകടിപ്പിക്കുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്ന് വ്യക്തമാണ്. ഇപ്പോൾ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഇവിടെയുള്ള ഈ കമ്മിറ്റി ഭാരവാഹികൾക്ക് നൽകുന്നുണ്ട്. പരമാവധി വലിയ ആൾക്കൂട്ടമായതുകൊണ്ട് നിയന്ത്രിക്കാൻ ചെറിയ തലത്തിൽ പ്രയാസപ്പെടുന്നുണ്ട്. ആംബുലൻസുകൾ ഇവിടെ എത്തിച്ചേരുമ്പോൾ അത് പാർക്കിംഗ് ഇടങ്ങളടക്കം ഒരുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന അല്പ സമയത്തിൽ തന്നെ നമുക്കറിയുന്ന പോലെ തന്നെ ആംബുലൻസുകൾ ഇവിടെ എത്തും. ആംബുലൻസുകൾ എത്തിയാൽ നേരെ അവർ ഈ കാണുന്ന ഫ്രീസറിലേക്ക് അവരെ മാറ്റും. ഓരോ ഫ്രീസറിലും അവരുടെ പേരുകൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു 10, 40, 50, 60 വർഷത്തോളം ഈ നാടിൻ്റെ എല്ലാമായി ഇവിടെ പഠിച്ച ഇവിടുത്തെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ച അവരുടെ മാഷുമാരും ടീച്ചർമാരും ഒരു പേരിൽ ഈ ഫ്രീസറിലേക്ക് ചുരുങ്ങുന്ന അവർ ഒരിക്കലും ആഗ്രഹിക്കാത്ത കാഴ്ചകളിലേക്കാണ് ഈ നാട് ഒട്ടാകെ പോകുന്നത്. ആ നാടിൻ്റെ പൊതു നോമ്പരമായി അത് മാറുന്നു. നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ആയിരക്കണക്കിന് മനുഷ്യർ ഈ 4 കിലോമീറ്റർ ചുറ്റുമുള്ള എല്ലാ മനുഷ്യരും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ തെറ്റില്ല. അത്രത്തോളം മനുഷ്യർ രാവിലെ മുതൽ അവരെ കാണാൻ. ശരി സുഹൈൽ നമ്മളോട് പറയുന്നത് ആ നാട് എത്രത്തോളം വേദനയിലാണ് ഈ മരണവാർത്ത ഏറ്റുവാങ്ങുന്നത്, ഈ ദുരന്ത വാർത്ത ഏറ്റുവാങ്ങുന്നത് എന്നതാണ്. ആരും പ്രതീക്ഷിച്ചതേയില്ല ഉല്ലാസയാത്രയ്ക്ക് പോയ ഈ അധ്യാപകർ ഇങ്ങനെ ഒരു തീരാ നഷ്ടം വേദനയും സമ്മാനിച്ചുകൊണ്ടാണ് അവരുടെ ഈ മടക്കം എന്ന് ആരും കരുതിയതേയില്ല. 3 പേരുടെ ആരോഗ്യനില ഇപ്പോഴും തൃപ്തികരമായി വരുന്നു എന്നതാണ് നമുക്ക് കോയമ്പത്തൂരിൽ നിന്ന് കിട്ടുന്ന വിവരം. ഒരാൾ ഇവിടെ അസ്നീനയുള്ളത് നാട്ടിലാണ്, ചികിത്സയിൽ കഴിയുന്നു. അങ്ങനെ 4 പേരുടെ അവർ വളരെ വേഗം ജീവിതത്തിലേക്ക് പൂർണ്ണ ആരോഗ്യത്തോടുകൂടി തിരിച്ചു വരാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനകളും പ്രതീക്ഷയും മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്കുള്ളത്. ഒരു നാടാകെ വിങ്ങിപ്പൊട്ടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അധ്യാപകർ എന്നത് നാടിനോട്, ആ നാടിൻ്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകിയിട്ടുള്ള വ്യക്തികളാണ്. അവരെത്രത്തോളം ഈ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവരായിരുന്നു എന്നതിനിതാ ഈ ദൃശ്യങ്ങൾ സാക്ഷ്യം പറയുന്നുണ്ട്. നമുക്ക് ഞങ്ങളുടെ പ്രതിനിധികൾ എല്ലായിടങ്ങളിൽ നിന്നും വിവരങ്ങൾ നൽകുന്നുണ്ട് നമുക്ക്. കാരണം നാടൊന്നാകെ വിറങ്ങലിച്ച് നിൽക്കുന്ന സമയമാണ്. നാടിൻ്റെ ഓരോ മുക്കിലും മൂലയിലും നിന്ന് എന്ത് സംഭവിച്ചു, ഇനി എന്ത് എന്നറിയാൻ കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ്. അവരുടെ ചേതനയേറ്റ ശരീരങ്ങൾ അല്പസമയത്തിനകം ഈ അമ്പലപ്പറമ്പ് സ്കൂളിലേക്ക് എത്തുകയാണ്. അവിടെ പൊതുദർശനത്തിന് വയ്ക്കും. വേനലവധി കഴിഞ്ഞ് വീണ്ടും സ്കൂൾ തുറക്കുമ്പോൾ അധ്യാപകരില്ലാത്ത, ഈ അധ്യാപകരുടെ കളിചിരികളില്ലാത്ത, അവരുടെ അധ്യയനങ്ങളില്ലാത്ത കാലത്തേക്കാണ് കടക്കാൻ പോകുന്നത്. വിദ്യാർത്ഥികൾക്ക് അത് താങ്ങാൻ കഴിയാവുന്നതിലും വലിയ ദുഃഖമാണ്. അവർ അവസാനമായി ഈ അധ്യാപകരെ കാണാൻ വേണ്ടി ഈ അമ്പലപ്പറമ്പിലെ സ്കൂൾ മുറ്റത്തേക്ക് വീണ്ടും ഒരിക്കൽ കൂടി അവർ എത്തുകയാണ്. ഇവരെ യാത്രയാക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ വലിയ ആൾക്കൂട്ടമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.